നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഡയബറ്റിസ്, അതായത് പ്രമേഹത്തിൻ്റെ സുവർണ വർഷങ്ങൾ. എന്താണ് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഡയബറ്റിസ്? പ്രമേഹത്തിൻ്റെ തുടക്കത്തിലെ സ്റ്റേജസ്, അതായത് ഏർലി സ്റ്റേജസ് ആണ് നമ്മൾ സുവർണ വർഷങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. അതായത് പ്രമേഹം വരുന്നതിന് മുമ്പുള്ള പ്രീ ഡയബറ്റിസ് സ്റ്റേജും അതുപോലെ പ്രമേഹം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 5 വർഷവും, ഇത്രയും ഒരു കാലയളവിനെയാണ് നമ്മൾ ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സുവർണ വർഷങ്ങളായി വിശേഷിപ്പിക്കുന്നത്? ആദ്യമായിട്ട് നമുക്ക് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങുന്നതിന് മുമ്പുള്ള ഏറ്റവും ഏർലി ആയിട്ടുള്ള സ്റ്റേജിനെ പറ്റി പറയാം. എന്താണ് പ്രീ ഡയബറ്റിസ്? ഒരാൾ പ്രമേഹ രോഗിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് രോഗികൾക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടെസ്റ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് പ്രീ ഡയബറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബ്ലഡിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന ഷുഗർ 100-ൻ്റെയും 125-ൻ്റെയും ഇടയ്ക്ക് നിൽക്കുക. 126-ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജാണ് 100 തൊട്ട് 125 വരെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉള്ള ഒരാൾ പ്രീ ഡയബറ്റിക് ആണ്. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ PPBS, അതായത് ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഷുഗർ, അത് 140-ന് മുകളിൽ 200-ന് താഴെ, 200-ന് മുകളിലായാൽ അത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹമാണ്. അപ്പം 140-ൻ്റെയും 200-ൻ്റെയും ഇടയിൽ PPBS ഉള്ളതാണ് പ്രീ ഡയബറ്റിസ്. അതുമല്ലെങ്കിൽ നമ്മൾ ബ്ലഡിൽ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 5.7-ൻ്റെയും 6.4-ൻ്റെയും ഇടയിൽ, 6.5-ന് മുകളിലായാൽ അത് ഡയബറ്റിസ് ആണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള 5.7 to 6.4 ഈ റേഞ്ചിൽ നിൽക്കുന്നതിനെയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റിസ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലയളവാണ് പ്രീ ഡയബറ്റിസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ആർക്കൊക്കെ നമ്മൾ ചെയ്യണം? ഇതിന് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ചില ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് വർഷത്തിലൊരിക്കലെങ്കിലും പ്രീ ഡയബറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള ആൾക്കാർ, അതായത് നമ്മുടെ BMI നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹൈറ്റും വെയ്റ്റും അറിയാമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ബോഡി വെയ്റ്റ്, അതായത് കിലോഗ്രാമിലുള്ള നമ്മുടെ ബോഡി വെയ്റ്റ്, അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റിൻ്റെ സ്ക്വയർ ഓഫ് ഹൈറ്റ്, മീറ്റേഴ്സിലുള്ള ഹൈറ്റിൻ്റെ സ്ക്വയറാണ്. അത് നമുക്ക് എല്ലാ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, കാൽക്കുലേറ്റേഴ്സൊക്കെ ഉണ്ട്. അത് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ഹൈറ്റും വെയ്റ്റും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ BMI എന്ന് പറയുന്നത് ഒരു 23-ന് മുകളിലാണെങ്കിൽ നമ്മുടെ ഏഷ്യൻസിനൊക്കെ അമിതവണ്ണം അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർ വെയ്റ്റ് കാറ്റഗറിയിലാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് ഡെഫിനറ്റായിട്ടും പ്രീ ഡയബറ്റിസും ഡയബറ്റിസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലക്ഷണങ്ങളില്ലെങ്കിലും ഒരു വർഷത്തിലൊരിക്കലൊക്കെ BMI 23-ന് മുകളിലുള്ളവർ പ്രീ ഡയബറ്റിസിന് വേണ്ടി ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ HbA1c ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മളുടെ ഫാമിലിയിൽ പേരൻസിനൊക്കെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 40 വയസ്സിനൊക്കെ മുകളിൽ പ്രായമായവർക്ക് ഫാമിലിയിൽ ആർക്കും ഷുഗർ ഇല്ലെങ്കിൽ പോലും പ്രീ ഡയബറ്റിസിന് വേണ്ടി ഒരു വർഷത്തിലൊരിക്കലും ഈ പറഞ്ഞ FBS, PPBS, അതുപോലെ തന്നെ ഈ HbA1c പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കത് ഡയബറ്റിസ് എന്നുള്ള സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. അതായത് നമുക്ക് ഷുഗർ വരുന്നത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് അതിനെ തടയാൻ പറ്റും. അതാണ് പ്രീ ഡയബറ്റിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളോടുകൂടി, നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഡയബറ്റിസ് വരുന്നത് തടയാൻ പറ്റും. ഈ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതാണ് പ്രീ ഡയബറ്റിസ്. ഇനി രണ്ടാമത്തത്, ഡയബറ്റിസ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളൊരു പ്രമേഹ രോഗിയായി, എന്നാൽ പോലും ആദ്യത്തെ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ഇയേഴ്സിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ 5 വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സമയത്ത് നമ്മൾ കൃത്യമായുള്ള നമ്മളുടെ ഭക്ഷണ ക്രമീകരണം, അതുപോലെ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിന് അനുസരിച്ചുള്ള മരുന്നുകൾ, ഇതൊക്കെ പ്രയോഗിച്ച് നമ്മൾ ഷുഗർ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പും ചെയ്ത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ നമ്മൾക്ക് ഭാവിയിൽ ഷുഗർ കൊണ്ടുണ്ടാവാൻ പറ്റുന്ന പലതരം സങ്കീർണതകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും.
ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷുഗർ അൺകൺട്രോൾഡായി കുറേ വർഷം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഞരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുക, കിഡ്നിക്ക് തകരാറ് സംഭവിക്കുക, ഹാർട്ടിന് തകരാറ് സംഭവിക്കുക, തലച്ചോറിന് തകരാറ് സംഭവിക്കുക, ഇങ്ങനെയുള്ള എല്ലാ അവയവങ്ങളിലെയും, അതുപോലെ കണ്ണിൻ്റെ കാഴ്ച, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. അത് പ്രമേഹത്തിൻ്റെ കൺട്രോളും അതിൻ്റെ ദൈർഘ്യവും അനുസരിച്ചാണ് ഈ കോംപ്ലിക്കേഷൻസ് ഓരോരോ വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പോൾ ഷുഗർ നമ്മൾ ആദ്യത്തെ ഒരു 5 വർഷത്തിൽ നല്ല പോലെ കറക്റ്റായിട്ട് കൺട്രോളിൽ നിർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പറഞ്ഞ സങ്കീർണതകൾ വരാനുള്ള സാധ്യത വളരെയധികം കുറയും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഒരു 5 വർഷമൊക്കെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് പിന്നീട് നമ്മൾ അത്ര കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് നേരെ വിപരീതമായിട്ട് നമ്മൾ തുടക്കത്തിൽ ഷുഗർ അത്ര ശ്രദ്ധിച്ചില്ല, നമ്മൾ പ്രമേഹ രോഗിയായ ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ ഒട്ടും കൺട്രോൾ ചെയ്തില്ല, വളരെ കൂടുതലുള്ളതായിട്ട് നടന്നു. ഒരു 5-6 വർഷം കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമ്മൾ എത്രമാത്രം അത് കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടി തന്നെ ഇരിക്കും. കാരണം നമ്മൾ ആദ്യത്തെ 5 വർഷത്തിൽ നമ്മളത് കൺട്രോൾ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു പ്രത്യേകതയെ നമ്മളിതിനെ ഡയബറ്റിക് മെമ്മറി എന്ന് വിളിക്കും. അതിനൊരു ഉപമ പറഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ കുട്ടി ചെറുപ്പത്തിലേ നമ്മൾ ആ കുട്ടിയെ നല്ല രീതിയിൽ നല്ല സ്വഭാവങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയി ആ സ്വഭാവം മാറ്റാൻ നോക്കിയാൽ പറ്റത്തില്ല. കാരണം ആ കുട്ടിക്ക് ആ ചെറുപ്പത്തിലുണ്ടായ മെമ്മറി അവിടെ കിടക്കുവാണ്. ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ഡയബറ്റീസിൽ ആദ്യത്തെ ഈ 5 വർഷം. ആ 5 വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതെപ്പോഴും ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കും. പിന്നെ ഭാവിയിൽ നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾക്കുണ്ടാവാൻ പറ്റുന്ന ഈ പ്രമേഹത്തിന് സങ്കീർണതകളെ നമുക്ക് അധികം അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ 5 വർഷത്തെ നമ്മൾ ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ 5 വർഷത്തിൽ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഭാവിയിൽ കൺട്രോൾ വന്നില്ലെങ്കിൽ പോലും നമുക്ക് സങ്കീർണതകളെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കാണാറുള്ള ഒരു പ്രവണതയാണ്, നമ്മൾ ഷുഗർ കണ്ടുപിടിക്കപ്പെട്ട ഒരു പ്രമേഹ രോഗിയായി എന്ന് പറയുമ്പോൾ പല രോഗികൾക്കും അതൊരു പെട്ടെന്നൊരു ഷോക്കാണ്. അവർക്കത് ഒരു ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊരു ജീവിതകാലം മുഴുവൻ ഇനി പ്രമേഹ രോഗിയായി മാറുമല്ലോ, അങ്ങനെയുള്ള ഒരു ഷോക്കിൽ നിന്ന് അവർ പലപ്പോഴും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. എനിക്ക് പ്രമേഹ രോഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അത് മൂടി വെക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ചികിത്സ എടുക്കാതെ കുറേ നാൾ പോകുന്നിടത്തോളം പോട്ടെ, എനിക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ലക്ഷണം വരുമ്പോൾ ഞാൻ മരുന്നെടുത്തോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യത്തെ കുറേ വർഷങ്ങൾ ഈ പറഞ്ഞ ഈ സുവർണ്ണ വർഷങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അവസാനം എന്തെങ്കിലും ഒരു ലക്ഷണം വരുമ്പോഴായിരിക്കും അവർ പിന്നെയും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗം ഉണ്ടല്ലോ എന്ന് ഓർത്ത് അന്നേരമായിരിക്കും അവർ ചികിത്സിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു പ്രമേഹ രോഗം എത്രയും നേരത്തെ കണ്ടുപിടിക്കാവോ, എത്രയും നേരത്തെ ചികിത്സിക്കാവോ, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഒരിക്കലും ഈ രോഗം കണ്ടുപിടിച്ചത് കൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് അതില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ആദ്യത്തെ ഈ വർഷങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത്. പിന്നെ രണ്ടാമതായിട്ട് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ 5 വർഷം നമ്മൾ കൃത്യമായിട്ട് ചികിത്സിച്ചാൽ പല ആൾക്കാരിലും ഈ പ്രമേഹം പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടും കാണാറുണ്ട്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്ന പ്രമേഹം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതകാലം മുഴുവനുള്ളൊരു അസുഖമാണ്, അതൊരു മാറാരോഗമാണ്. അങ്ങനെയായിരുന്നു അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പല രോഗികളുടെയും പ്രമേഹം എന്ന് പറയുന്നത് അവരുടെ തെറ്റായ ജീവിതശൈലിയും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളും കൊണ്ടുണ്ടാകുന്ന പ്രമേഹമാണ്. അപ്പം അങ്ങനെയുള്ള പ്രമേഹം നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകൾ മരുന്നും കഴിക്കേണ്ടി വന്നേക്കാം. പലതരം മരുന്നുകളൊക്കെ ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയൊക്കെ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അപ്പം മരുന്നുകളും അതേപോലെ തന്നെ ജീവിതശൈലിയും കൺട്രോൾ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഈ സുവർണ്ണ കാലഘട്ടത്തിൽ നമ്മൾ പ്രമേഹം നിയന്ത്രിച്ചാൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വരെ സാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പ്രമേഹം എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയും കൂടിയാണ്, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ ആ ഒരു 5 വർഷത്തിലെ ചികിത്സ പ്രമേഹം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ആദ്യമേ തന്നെ പ്രമേഹം ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രമേഹത്തിൻ്റെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ചികിത്സ എങ്ങനെ പോകണം? അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഒരു വളരെ ഗൗരവമുള്ള വിഷയമായി കാണുക എന്നുള്ളതാണ്. ഇതൊരു ചെറിയ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു അസുഖമല്ല. ഇത് നമ്മൾക്ക് ഈവൻ പ്രീ ഡയബറ്റിസ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും തുടക്കത്തിലേ നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രാഥമികമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയും നമ്മളുടെ ഭക്ഷണക്രമവുമാണ്. അപ്പോൾ ഭക്ഷണക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കാലോറി കൺസംഷനിലുള്ള, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവിലുള്ള കറക്റ്റായിട്ടുള്ള അതിൻ്റെ നിയന്ത്രണം വരുത്തുക എന്നുള്ളതാണ്.
നമ്മൾ ഒരു പ്രമേഹ രോഗി ആയാലോ അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും അതിനെ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാനും നമ്മളെ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിനെ ക്രമീകരിക്കേണ്ടത്? അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കറക്റ്റായിട്ടുള്ള അളവിലടങ്ങിയ ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, ഒരു പ്ലേറ്റിൽ നമ്മളൊരു ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗത്തിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം പച്ചക്കറി, അതുപോലെ പഴങ്ങൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം ഒരു പകുതി ഭാഗം. ഒരു ഡയബറ്റിസോ പ്രീ ഡയബറ്റിസോ ഉള്ളവർക്ക് പച്ചക്കറികളാണ് കൂടുതൽ അഭികാമ്യം, എന്നാലും ഫ്രൂട്ട്സും എടുക്കാം. അപ്പോൾ അത് പ്ലേറ്റിൻ്റെ പകുതി ഭാഗം അതായിരിക്കണം. ബാക്കി പകുതിയിൽ ഒരു 4/1 ഭാഗം നമുക്കതിൻ്റെ പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മീറ്റ് ആവാം, ഫിഷ് ആവാം, പാലാവാം, അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ, പയറ്, പരിപ്പ്, കടല, അങ്ങനത്തെ സാധനങ്ങൾ. അത് പ്രോട്ടീൻ ആയിരിക്കണം 1/4. അവസാനത്തെ 1/4 മാത്രമാണ് നമ്മുടെ ധാന്യങ്ങൾ, ഫാറ്റ്, അതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ധാന്യങ്ങൾ നമ്മൾ സാധാരണ ചോറ് കഴിക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കും, ചപ്പാത്തി കഴിക്കും, ആ ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും എന്താണെങ്കിലും അത് 1/4, പ്ലേറ്റിൻ്റെ 1/4 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം നമ്മളൊരു കേരളത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി 3/4 ഭാഗവും ചോറായിരിക്കും. ബാക്കി ഒരു 1/4 ഭാഗത്തിലാണ് നമ്മൾ പച്ചക്കറിയും പ്രോട്ടീനും എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല. അതുപോലെ തന്നെ അപ്പം നമ്മൾ അതിൽ ഏറ്റവും കുറയ്ക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ ധാന്യങ്ങൾ, അല്ലെങ്കിൽ എനർജി തരുന്ന, അല്ലെങ്കിൽ കാലോറീസ് തരുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ, അതാണ് ധാന്യങ്ങൾ. അതാണ് ഏറ്റവും നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാലോറീസ്. നമ്മൾക്ക് ഒരു ദിവസത്തിൽ എത്ര ആവശ്യമുള്ള കാലോറി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷുഗർ മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പല ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒരു ഉദാഹരണമായിട്ട് മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ ഒരു കാലറി ട്രാക്കിംഗ് ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ ഓരോ വ്യക്തിയുടെ ഏജ്, അവരുടെ ജെൻഡർ, അതുപോലെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം എത്ര കാലോറി കഴിക്കണം എന്നുള്ളത് നമുക്ക് അതിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ ഒരു ദിവസം ഇത്ര കാലോറീസാണ് ഞാൻ കഴിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ദിവസത്തിൽ എത്ര എണ്ണം കഴിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിച്ച സാധനങ്ങൾ നമുക്ക് അതിൽ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഇഡ്ഡലി കഴിച്ചു, എത്ര ഇഡ്ഡലി കഴിച്ചു, ഒരു ഗ്ലാസ് ചായ കുടിച്ചു, ചമ്മന്തി കഴിച്ചു, അപ്പോൾ അതെല്ലാം നമുക്ക് അതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്തുമാത്രം കാലോറി നമ്മൾ എടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ആവശ്യമുള്ളതിൽ എത്ര അധികമാണ് നമ്മൾ ഒരു ദിവസം എടുക്കുന്ന കാലോറി എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് സ്വയം തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിൽ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറയ്ക്കുമ്പോൾ ധാന്യങ്ങളുടെ അളവാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന ഇഡ്ഡലിയുടെ എണ്ണം, അല്ലെങ്കിൽ ദോശയുടെ എണ്ണം, അല്ലെങ്കിൽ ചോറിൻ്റെ അളവ്, ഇതൊക്കെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അല്ലാതെ നമ്മൾ പച്ചക്കറികൾ കുറയ്ക്കരുത്, പഴങ്ങൾ കുറയ്ക്കരുത്, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കരുത്. ബാക്കി ഈ ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ കൊഴുപ്പ്, എണ്ണ, അങ്ങനത്തെ അടങ്ങിയ സാധനങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് കാലോറീസ് നമ്മൾ ആവശ്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ ഡയബറ്റിസും പ്രീ ഡയബറ്റിസും എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മളുടെ എല്ലാ ദിവസവും നമ്മൾ ഈ എനർജി, നമ്മൾ എടുക്കുന്ന എനർജി അത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രീ ഡയബറ്റിസ് കണ്ടുപിടിച്ച ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസിൻ്റെ ഏർലി സ്റ്റേജിലുള്ള ആളാണെങ്കിലോ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നമ്മൾ ഫിസിക്കലി ആക്റ്റീവാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നടക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ബ്രിസ്ക് വാക്കിംഗ്, അതായത് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കിതപ്പ് വരുന്ന പോലെ, നമുക്ക് കൂടെയുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നടപ്പ്, ആ ഒരു സ്പീഡിൽ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നടക്കുക. അത് എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നടക്കുക. അതാണ് ഒരു ടാർഗറ്റ്. അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ പ്രീ ഡയബറ്റീസും ഡയബറ്റീസും ഒക്കെ നമുക്ക് ഏർലി ആയിട്ട് റിവേഴ്സ് ചെയ്യാനും പറ്റും. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാക്സിമം കുറയ്ക്കാനും പറ്റും. അപ്പം ഈ ഡയറ്റും നമ്മുടെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്താൽ തന്നെ
നമുക്ക് ഒരു 90% ഡയബറ്റീസുകളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ ഏർലി സ്റ്റേജിൽ തന്നെ ഡയബറ്റീസിൻ്റെ ആദ്യത്തെ 5 വർഷത്തിൽ തന്നെ മരുന്നുകൾ ആവശ്യം വന്നേക്കാം. കാരണം തുടക്കത്തിലെ ഷുഗർ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് മരുന്നുകളുടെ സഹായത്തോടു കൂടി കുറയ്ക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതിന് നമ്മൾ ഒട്ടും മടി കാണിക്കരുത്. കാരണം ഈ ഒരു ഡയബറ്റിക് മെമ്മറി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലെ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മരുന്നുകൾ ആവശ്യമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ മരുന്നുകൾ എടുക്കുക. തുടക്കത്തിലെ വർഷത്തിൽ തന്നെ മരുന്നുകളും നമ്മളുടെ ജീവിതശൈലിയും ക്രമീകരണങ്ങൾ കൊണ്ടും ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറുകയും മരുന്നുകൾ നിർത്താനും സാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് തുടക്കത്തിലേ ചെയ്താൽ മാത്രമേ നമുക്കത് നിർത്താനാണെങ്കിലും അല്ലെങ്കിൽ കുറയ്ക്കാനാണെങ്കിലും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ 5 വർഷത്തിൻ്റെ നമ്മൾ ഇമ്പോർട്ടൻസ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലുണ്ടാകുന്ന എല്ലാ സങ്കീർണതകളിൽ നിന്നും ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന ഈ മാറാ രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും സാധിക്കുകയുള്ളൂ.